അതുകൊണ്ട് തന്നെ ഈ ഐക്യത്തിന് വേണ്ടി, ഈ സാമൂഹ്യ ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, എവിടെയാണോ പ്രശ്നം ഉണ്ടായത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇവിടെ നടന്നു. ഇപ്പോ പലരും പല രീതിയിലും വ്യാഖ്യാനിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ തൊട്ടടുത്തുള്ള വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, ആ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയുള്ള വഴിയിൽ അവർണർക്ക് നടക്കാൻ അവകാശമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ വൈക്കം സത്യാഗ്രഹം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പോയി ഗാന്ധിജിയോട് സംസാരിച്ച് അനുവാദം വാങ്ങിയത് ശ്രീ ടി കെ മാധവൻ. കേരളത്തിൽ ടി കെ മാധവൻ, ഉമാപതി കേശവൻ, അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ സമുന്നതരായ കെ ടി കേശവനും അവരെല്ലാവരും ചേർന്നതാണ് അത്തരമൊരു തീരുമാനം ഗാന്ധിജിയുടെ അനുവാദത്തോടുകൂടി എടുക്കുന്നത്. നാരായണഗുരുവിന്റെയും അതുപോലെ തന്നെ അന്നത്തെ ഏറ്റവും മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ അത് നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നിരന്തരമായ ഒരു സമരം നടത്തുകയും എല്ലാവരും ചേർന്ന് അത് നടത്തി. എത്ര മനോഹരമായിരുന്നു ആ കാലഘട്ടം, എത്ര വലിയ ഐക്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ അത്ഭുതം. ഗാന്ധിജിയുടെ ആശീർവാദത്തോടുകൂടി, ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുണയോടുകൂടി നടന്ന സമരത്തിൽ അവർണർക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നുകൊണ്ട് ഒരു ജാഥ നടത്തി. സവർണ ജാഥ ആയിരക്കണക്കിന് പിന്തുണക്കുകയാണ്. ടി കെ മാധവന്റെ വീട്ടിനടുത്തപ്പോൾ ജാഥയ്ക്ക് വലിയൊരു സ്വീകരണം ആ വീട്ടിൽ നിന്ന് കൊടുക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് കഞ്ഞി വെച്ച് ആ കഞ്ഞിയുടെ വെള്ളി മുരുടയിലാക്കി ടി കെ മാധവന്റെ അമ്മ മെല്ലെ നടന്നു വന്ന് സമ്മേളനം നടക്കുന്ന പേര് കരിയെത്തി ആ വെള്ളി മുരുടയിൽ വെച്ച കഞ്ഞി മന്നത്ത് പത്മനാഭന്റെ കയ്യിൽ കൊടുത്ത് അങ്ങയിൽ ഇരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ടി കെ മാധവന്റെ അമ്മ നൽകിയ ആ കഞ്ഞി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആസ്വദിച്ച് കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് ഇത്തരം മനോഹരമായ ദൃശ്യം 100 വർഷത്തിന് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ എത്ര ഭാവാത്മകമായാണ് നമ്മുടെ അന്നത്തെ ആ നേതാക്കന്മാർ ഈ കാര്യത്തെ കുറിച്ച് കണ്ടതെന്നും അവരുടെയൊക്കെ മനസ്സെത്ര ആകാശം പോലെ വിശാലമായിരുന്നു എന്നും അവരുടെ ശരീരം അവർ ബാഹ്യമായി കാണുന്നതിനേക്കാൾ അപ്പുറം ഹിമാലയ സദൃശമായിട്ടുള്ള അവരുടെ ആകാശത്തിന്റെ വിസ്തൃതി എത്ര വലുതായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ ജാഥയിൽ പോയി അവിടെ ശിവഗിരിയിലുണ്ട്, നാരായണസ്വാമിയെ കാണുന്നുണ്ട്, അദ്ദേഹത്തിനെ പ്രതിഷ്ഠ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്, തിരുവനന്തപുരത്തേക്ക് പോകുന്നത് നേതൃത്വത്തിൽ നാഗർകോവിൽ നിന്ന് ആരംഭിച്ച ജാഥയും ഈ ജാഥയും ഒരുമിച്ച് ചേർന്ന് 10,000 പങ്കെടുത്ത വലിയൊരു ജാഥ തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. അന്നത്തെ റീജന്റിന്റെയും അവിടുത്തെ ഭരണാധികാരികളെയും നിവേദനം കൊടുക്കുന്നുണ്ട്. ആ നിവേദനത്തിൽ പറയുന്ന ആശയം എന്താണ്? ഈ സവർണന്മാർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? ഞങ്ങളുടെ നാട്ടിലുള്ള അവർണന്മാരായ ആളുകൾക്ക് എവിടെയും വഴി നടക്കാനുള്ള അവകാശം നിയമമൂലം അനുവദിച്ച് തരാൻ വേണ്ടിയാണ് ഈ ജാഥ നടത്തുന്നത് എന്നാണ് ഇത്ര കഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇത്തരം മഹത്തമായിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള മുന്നേറ്റങ്ങളെ അതിനെ വേറെ തരത്തിലേക്കൊക്കെ വഴിതിരിച്ച് വിട്ട് തമ്മിലെടുപ്പിക്കാനും അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാനും വേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കാണുന്ന സമയത്താണ് അന്നത്തെ നേതാക്കന്മാർ 100 വർഷം മുമ്പ് എത്ര ഉദാത്തമായ ഭാവത്തോടുകൂടിയാണ് ഈ പരിശ്രമങ്ങളൊക്കെ നടത്തിയത് മനസ്സിലാക്കുന്നത്. ഗുരുവായൂർ അവിടെ സവർണന്മാരായ ആളുകളുടെ ഓരോ വീടുകളും കയറി ഗുരുവായൂർ താലൂക്കിലും തൊട്ടടുത്ത താലൂക്കിലെല്ലാം പോയി അവരുടെ ഒപ്പുശാലകൾ നടത്തിയിട്ട് 80% ആളുകൾ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിൽ അനുകൂലമായിട്ട് ഒപ്പുവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒപ്പുശാലകൾ നടത്തിയതും സവർണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായ ഈ മാറ്റം അത് അയ്യങ്കാളിയുടെ സമയത്തുള്ള കല്ലുമാല ദഹനമായിരുന്നു. അതിന്റെ അധ്യക്ഷത വഹിച്ച ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയാൻ പറ്റുന്ന നമ്പൂരി സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അദ്ദേഹം ഹൃദയസ്പൃക്കായ അദ്ദേഹത്തിന്റെ ഭാഷണമെല്ലാം ചേർന്നുണ്ടാക്കിയ ആ ഒരു വലിക്കലാണ്, ആ ഒരുമയുടെ പെരുമയാണ്, ആ ഹൃദയ ഐക്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന അസമത്വങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള
രാസത്വരയുമായി വർദ്ധിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നൂറ്റാണ്ട് മുമ്പ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും സദാനന്ദ സ്വാമികളും അയ്യാവലിംഗ സ്വാമികളും അതുപോലെ നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള ഇത്തരം ആധ്യാത്മികരായിരുന്ന അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു 10, 40, 50 വർഷം നിരന്തരമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നമ്മുടെ സമൂഹത്തിൽ 3 നൂറ്റാണ്ടുകൾ കൊണ്ട് വകുകെട്ടി കിടന്നുപോയ ഇത്തരം മാലിന്യങ്ങൾ ഉടഞ്ഞെറിയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയത് എന്നും അങ്ങനെയാണ് ഈ ഹൈന്ദവായിട്ട് രൂപപ്പെട്ടുവന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു 1925 ആ കാലഘട്ടത്തിലുള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ശേഷം 1933 സത്യാഗ്രഹത്തിന് ശേഷം 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശനം വിളംബരമുണ്ടായി. ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വിളംബരം ഉണ്ടായതിനു ശേഷം മഹാത്മാഗാന്ധിജി നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ വരികയുണ്ടായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ ആയിരക്കണക്കിന് ഹരിജനങ്ങളെ ഇരിക്കുകയാണ് അദ്ദേഹം അവരോട് നടത്തിയ വളരെ വൈകാരികമായ പ്രഭാഷണം. ആ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇപ്പോൾ ഈ നാട്ടിൽ വന്നിരിക്കുന്നത് ഈ നാട്ടിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു സന്യാസി പണ്ട് പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു അന്താലയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ. പക്ഷെ ഞാൻ ഇന്നിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഞാനൊരു തീർത്ഥാടകനായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടകമാണ് എന്നാണ്. ഞാൻ ഇവിടെയും കൂടി ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ കയറാൻ പോവുകയാണ്. എല്ലാവരും ചേർന്നാണ് ഇതിന് എന്താണെന്ന് വന്നിരിക്കുന്നത്. ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങൾക്ക് ഈ നാടിക്ക് ഒരു മാതൃകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ രാമാലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിലേക്കുള്ള കേരളത്തിന്റെ അനുക്രമമായ വികാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ത്യാഗവും സമർപ്പണവും നടത്തിയ മഹാപുരുഷന്മാരുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ആധ്യാത്മിക ആചാര്യന്മാരുമെല്ലാം ചേർന്ന ഭൂതകാലമാണ് 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കഴിഞ്ഞിട്ട് കാണാൻ സാധിക്കും. ആ സമയത്ത് എല്ലാ സമുദായത്തിലുള്ള കുട്ടികൾ ഇല്ലാതാക്കാൻ വേണ്ടി സാമുദായിക സംഘടനകളുണ്ടായി, നായർ സർവീസ് സൊസൈറ്റി ഉണ്ടായി, SNDP ഉണ്ടായി, ഉദയവാസങ്ങളുണ്ടായി, ധീവര സഭയുണ്ടായി, അതുപോലെ VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ യോഗക്ഷേമ സഭയുടെ എല്ലാ ആ സമുദായ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ അതത് സമുദായങ്ങളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ആ സമുദായത്തിൽ വിദ്യാഭ്യാസപരമായ സാംസ്കാരികമായ ശാക്തീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതത് സമുദായങ്ങൾ കേന്ദ്രീകരിക്കുന്ന സംഘടനകളായി ആ സംഘടനകളെല്ലാം പരസ്പരം സഹകരിച്ചു മുന്നോട്ട് പോയി. ആ സംഘടനാ നേതാക്കന്മാരെല്ലാം പരസ്പരം സഹകരിച്ചു മുന്നോട്ട് പോയി. അവിടെ ഒരു തരത്തിലും സംഘർഷം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ തെറ്റായി നമ്മുടെ സമുദായത്തിൽ കടന്നുകൂടിയ കുരുത്തുകളെയും എല്ലാ തരത്തിലുള്ള വൈഭിന്നതകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സാർത്ഥകമായ സമർത്ഥമായ ഭാവാത്മകമായ കാഴ്ചപ്പാടോടുകൂടി അവരെല്ലാം ഒരു ഒറ്റ മനസ്സോടുകൂടി നടത്തിയ ഉഗ്രതത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളവും മഹത്തായ കേരളവും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഐക്യവും എല്ലാം ഉണ്ടായത്. അതിന്റെ പരിഹാരമായി എല്ലാ സമൂഹങ്ങളിലും അതിന്റെ ഭാഗമായി മാറ്റങ്ങളുണ്ടായി. സാമ്പത്തികമായുള്ള പക്ഷെ അവരുടെ ചുറ്റുപാടുള്ള സമൂഹത്തിൽ ഈ മാറ്റം ഉണ്ടാവുമ്പോൾ ആ മാറ്റത്തിന്റെ അനുഗ്രഹണം ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിലും ശ്രീ സമൂഹത്തിലാണെങ്കിലും കേരളീയ സമൂഹത്തിലാണെങ്കിലും അതിന്റെ അനുഗ്രഹണം ഉണ്ടാവുകയും അതിന്റെ പരിവർത്തനത്തിന്റെ ഗുണഭോക്താക്കളായി നമ്മുടെ കേരളീയ സമൂഹം ആകെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത് ആ നവോത്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള നവോത്ഥാന നായകന്മാരായി ഉള്ളത് ഈ ഒരു നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ദർശനത്തിന്റെ കേന്ദ്രബിന്ദുവായ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശ്രമമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ 1940-50 ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നീട് ഇവിടുത്തെ ഏറ്റവും വലിയ സമുദായങ്ങളായിട്ട് SNDP LSS നേതാക്കന്മാർ മന്നനും ശംഖുവും അവരൊക്കെ ചേർന്ന് TK മാധവനൊക്കെ ചേർന്നുകൊണ്ട് പിന്നീട് ഹിന്ദു മഹാമണ്ഡലവും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഒരു വലിയ ഒരു മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് വരെ നമുക്കവിടെ ആ ഒരു മുന്നേറ്റത്തെ മറ്റു പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരുമയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനുള്ള ആളുകൾ നടത്തി അതിനെ പരിഷ്കരിച്ചു. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു എന്നൊക്കെ ചില ആളുകൾ അതിനെ ചോദ്യം ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.
പക്ഷെ അദ്ദേഹം സ്വന്തമായി മൃദുസ്മേരത്തോടു കൂടിയിട്ട് ആ ഒരു കാര്യത്തെ സമീപിക്കുകയും അതിനൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ വേറെ തരത്തിലേക്കോ അത് കൊണ്ടുപോകാതെ ഒരുമയുടെ ഭാഷയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഏറ്റവും അവസാനം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു കാഴ്ച ഒരു സ്ത്രീ, അതും സാമൂഹ്യമായി വളരെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരമ്മ, ഒരു സ്ത്രീ, അവര് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതാണ്. അപ്പൊ അവരുടെ എന്ന് പറയുന്ന ഒരാളിൽ ദുഃഖം ആരംഭിച്ച ആ ഒരു വലിയ അനുക്രമമായ സാമൂഹ്യ പുരോഗതിയുടെ വിഗ്രഹത്തിന്റെ ഐക്യത്തിന്റെ അംശം ഏറ്റവും അവസാനം ഒരു സ്ത്രീ, ആ സ്ത്രീ തന്നെ പിന്നാക്കം എന്ന് പറയാവുന്ന ഒരു വിഭാഗത്തിൽ നിന്ന സ്ത്രീ മാതാ അമൃതാനന്ദമയി ദേവി ക്ഷേത്ര പ്രതിഷ്ഠകൾ വ്യാപകമായി നടക്കുന്ന സമയത്ത് ആർക്കും അപ്പടി ഉണ്ടായിരുന്നില്ല, ആഘോഷം ഉണ്ടായിരുന്നില്ല, എതിർപ്പുണ്ടായിരുന്നില്ല. അവർക്കതിന്റെ അർഹതയും ആധികാരികതയും ഉണ്ടാവുന്ന ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. ആ നിലയിലേക്കുള്ള ഒരു മാനസികമായ ഔന്നത്യം നമ്മുടെ ഈ കേരള സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം കൈവരിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാത്ര. ഇന്നിപ്പോ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഐക്യം എന്ന് പറയുമ്പോ ഒരൈക്യം ഇതൊക്കെ തോമലടിയാണ്, മറ്റേത് എടുക്കില്ല, തൊമ്മലയും ചാണ്ടിയും കൊടുക്കും എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പ്രശ്നം പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ സമൂഹത്തിൽ നേരത്തെ ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഭാവപരമായ വശത്തെ നമുക്ക് കാണാൻ കിട്ടുന്ന, അതായത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ ഏത് ക്ഷേത്രത്തിലും ഒരു വിഭാഗത്തിൽ പ്രവേശനം നിശ്ചയിക്കുന്നുണ്ട്. ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഗണപതിയാണ്, ശിവനെല്ലാവരുടെയും ശിവനാണ്, ശ്രീരാമൻ എല്ലാവരുടെയും ശ്രീരാമനാണ്, അതെല്ലാ വിഭാഗത്തിലെയും ശ്രീരാമനാണ്. ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രവേശനം നിശ്ചയിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണാൻ പറ്റുന്നു. അങ്ങനെ എവിടെ പോയാലും എവിടെയും സ്വീകാര്യമാവുന്ന രീതിയിലുള്ള ഒരു വലിയ സമയത്ത് ഒരു ഐക്യം, ഒരു ഒരുമ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ വന്നിരിക്കുകയാണ്. ആ ഒരു കേരളത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും എവിടെ പോയാലും ഏത് ക്ഷേത്രത്തിൽ പോയാലും എവിടെ ആരാധന നടത്തുന്നതാണോ ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. അത് വലിയ മതമാണ്. ആരാധനാലയത്തിൽ തുല്യത, ദൈവത്തിന്റെ മുമ്പിൽ തുല്യത, അതായത് ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം. ആ പ്രശ്നം നമ്മൾ ഒരു സമൂഹം എന്നതൊക്കെ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നത് കാണാൻ സാധിക്കും. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഈ ശവസംസ്കാരവും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടത്. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ശവസംസ്കാരം ഒരു വിഭാഗത്തിലൊക്കെ മറ്റു വിഭാഗത്തെ കയറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ കുടിവെള്ളം, ആ കുടിവെള്ളം പലയിടത്തും കേരളത്തിൽ അത്രയും പ്രശ്നമില്ലെങ്കിലും ഭാരതത്തിൽ പലയിടത്തും കുടിവെള്ളം എടുക്കുന്നത് ഇപ്പൊക്കെ നിലനിർത്തുന്ന കാലമായിരുന്നു. പക്ഷെ ഇന്ന് ആ പ്രശ്നങ്ങളില്ല. അവയെല്ലാം നിറയൊന്ന് പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വേണം. അതുകൊണ്ട് നമ്മളെ മുന്നോട്ട് തന്നെ ചലിക്കുകയാണ്. പ്രവേശനത്തിൽ ഒരു വലിയ മന്ത്രമാണ്. അതിന്റെ ആ കാലം അങ്ങനെയാണ്, ചെലയുന്നത് എന്നാണ്. അതായത് മുന്നോട്ട് നടക്കുക, നിന്നിടത്ത് നിൽക്കരുത് എന്നാണ്, മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. പുതിയ പുതിയ ആശയങ്ങൾ സ്വീകരിക്കണമെന്നാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് വരുന്ന നല്ല ആശയങ്ങളെയും നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉപദേശിക്കുന്നത്. എവിടെ വരുന്ന നല്ല ആശയങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ തുടർച്ചയായി തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയ, ഉദ്ഘാടനം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ചില സംഭവങ്ങൾ പ്രതികരണങ്ങളായി പോയി. 1982 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ മീനാക്ഷിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ആ ഗ്രാമത്തിൽ മീനാക്ഷിപുരത്ത് ആയിരക്കണക്കിന് ഹരിജനങ്ങളായിട്ടുള്ള ആളുകളെ മതവിരുദ്ധമാണ്. അവര് മതവിരുദ്ധം ചെയ്തിട്ട് അവര് മുസ്ലിം ആളുകളാണ്, മുസ്ലിം മതത്തിലേക്ക് മതവിരുദ്ധം ചെയ്യും. അത് വലിയൊരു ഷോക്കായിരുന്നു. പല കാരണങ്ങളുണ്ടാണ്. അവർ പറയുന്നത് ആ സമൂഹത്തിനിടയിലുള്ള അവർക്ക് പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നുകൊണ്ടാണ് തങ്ങൾ മതം അറിയത് എന്നവര് ആ ഒരു ആർട്ടിക്കിൾ വന്നു, ആർട്ടിക്കിൾ വന്നു. അത് വലിയ ചർച്ചയായി. ആ ചർച്ചയെ തുടർന്ന് അവിടെ ഈ മീനാക്ഷിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് സന്യാസിമാരും അതുപോലെ തന്നെ ശങ്കരാചാര്യന്മാർ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ സ്വാമി ചിന്മയാനന്ദ ഉൾപ്പെടെയുള്ള സന്യാസിമാർ, കാഞ്ചി ശങ്കരാചാര്യ, അങ്ങനെയുള്ള ഡോക്ടർ കരൺ സിംഗിനെ പോലുള്ള ആളുകൾ, അന്നത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു, പല ആളുകളും
ആ സ്ഥലത്ത് പോയി വീടുകളിൽ പോയി സമ്പർക്കം നടത്തി എല്ലാവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർ വലിയ ഒരു ജാഗ്രത നടത്തുകയും അങ്ങനെ മതമാറിപ്പോയ ആയിരക്കണക്കിന് ആളുകൾ പലരെയും ഹിന്ദു ധർമ്മത്തിലേക്ക് നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. അത് വലിയൊരു പ്രത്യാഘാതമാണ്. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഈ വിവേചനമുണ്ട്. ആ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളത് അതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി വലിയ ബോധവൽക്കരണവും സമ്പർക്കവും നടന്നു. കോടിക്കണക്കിന് വീടുകളിൽ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറുന്നു. വലിയ വിരാട ഹിന്ദു സമ്മേളനങ്ങൾ രാജ്യവ്യാപകമായി നടന്നു. അങ്ങനെ വിരാട ഹിന്ദു സമ്മേളനങ്ങൾ നടന്ന കൂട്ടത്തിൽ കേരളത്തിൽ ഒരു വിശാല ഹിന്ദു സമ്മേളനം, മലയാളത്തിൽ തന്നെ വിശാല ഹിന്ദു സമ്മേളനം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് വലിയ സമ്മേളനം, കേരളത്തിലെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ചെമ്മനാൻ സ്വാമി, അതുപോലെ ഡോക്ടർ കരസിലേക്കുള്ള പെരിജോർ വിശ്വേശ്വര സ്വാമികൾ, പ്രൊഫസർ രാജേന്ദ്ര സിംഗ് സത്സംഗിയാൽ അവരെ പങ്കെടുത്തുള്ള ഒരു വലിയ സമ്മേളനം, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിശാല ഹിന്ദു സമ്മേളനമാണ്. ആ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആ സമ്മേളനത്തിന്റെ വലിയ പന്തൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പന്തലിന്റെ കാൽനാൽക്കരണം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു മഹാഗണപതി യോഗം നടക്കുകയുണ്ടായി. ആ മഹാഗണപതി ഹോമം നടക്കുമ്പോൾ ആ ഹോമത്തിന്റെ ആചാര്യനായി അവിടെ വന്നു നിന്നത് സൂര്യകാലടി മലയിലെ ഭട്ടതിരിപ്പാടാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ ഗണപതി ഭരണം നടത്തിയത് പറവൂർ ശ്രീധരൻ നമ്പരിയായിരുന്നു. പറവൂർ ശ്രീധരൻ നമ്പരി ഗണപതി ഹോമം നടത്തുമ്പോൾ അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം പകർന്നു കൊടുക്കാൻ സൂര്യകാലടി മല ഭട്ടതിരിപ്പാടുണ്ടായിരുന്നു. ഇതൊരു വലിയൊരു സന്ദേശമാണ് അവിടെ നൽകുന്നത്. പക്ഷെ ഈ സന്ദേശം എന്ന് പറയുന്നത് ഒരു പുതിയ സന്ദേശമൊന്നുമല്ല. ഈ സന്ദേശം എന്ന് പറയുന്നത് അത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു സന്ദേശം തന്നെയാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, അത് വളരെ സവിശേഷതയുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, കൊട്ടിയൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ വന്ന ആരെങ്കിലും ക്ഷേത്രമുണ്ടോ എന്നറിയാൻ നിരവധി പേരുകൾ വളരെ സന്തോഷമാണ്. 28 ദിവസമാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം. 28 ദിവസമാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. ആ സമയത്ത് മാത്രമേ അവിടത്തേക്ക് പ്രവേശിക്കൂ. അതൊരു ക്ഷേത്രമില്ല, ക്ഷേത്രം അക്കരെ കൊട്ടിയൂർ എന്ന് പറയും. അവിടെ ഒരു കാലഘട്ട സ്ഥലമാണ്, അതൊരു തറയുണ്ട്, അതൊരു ശിവലിംഗമുണ്ട്, സ്വയംഭൂവാണ്. ആ ശിവലിംഗത്തിന്റെ ചുറ്റും ഒരു തിരുവഞ്ചിറ എന്ന് പറയും, എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രമായിട്ടൊന്നുമില്ല, ഈ ശിവലിംഗം മാത്രമാണ്. ഇക്കാര്യത്തൊക്കെയാണ് നമ്മുടെ 28 ദിവസം മാത്രമാണ് മനുഷ്യൻ പ്രവേശിക്കാൻ പറ്റുക. ബാക്കി ദിവസങ്ങളിൽ മനുഷ്യരായിട്ട് അവിടെ പ്രവേശിക്കാറില്ല. ആ 28 ദിവസമാണ് ഉത്സവം. അതിന്റെ ആദ്യത്തെ ദിവസം ഈ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്ന സമയത്ത് നീരിടുന്നത് എന്നൊരു ചടങ്ങ്. അപ്പൊ അവിടെ 28 ദിവസം കഴിഞ്ഞാൽ ബാക്കി ആ സ്ഥലത്തെ ഏൽപ്പിക്കുന്നത് അതിന്റെ കയ്യാളായി പ്രവർത്തിക്കുന്നത് കുറിച്ച സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ആ കുറിച്ച സമുദായത്തിൽപ്പെട്ട ആളെ ഏൽപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള വരിക. പിന്നെ അദ്ദേഹമായി നോക്കി നടത്തേണ്ടതാണ്. അദ്ദേഹം അതിനൊരു അധികാരമായി വിളിക്കാണ് കുറിച്ച സമുദായം. അപ്പൊ അദ്ദേഹം ഈ നീരിടുന്ന ദിവസം ഇക്കരെ വന്നിട്ട് അദ്ദേഹം സംഭവം പറയും. അത് പണ്ടായ സംഭവമാണ്. അവര് അമ്പ് മൂച്ച കൂട്ടുന്ന സമയത്ത് അവരുടെ ഒരു പാറയിൽ നിന്ന് ചോര വന്ന കാര്യമാണ് പറയുന്നത്. അത് ശിവലിംഗമായിരുന്നു പിന്നീട് മനസ്സിലായി. അത് അതാണ് കഴിഞ്ഞില്ല. ഏതായാലും അവർക്ക് പറയുന്നു. അപ്പൊ അവിടുത്തെ ജന്മശാന്തിയായിട്ട് പടിഞ്ഞിട്ട് നമ്പൂതിരി, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഇല്ലക്കാരാണ് പടിഞ്ഞിട്ട് നമ്പൂതിരി. ആ നമ്പൂതിരിയും 4 വീട്ടുകാരും നമ്മുടെ പി പി മൂന്നാട്ടൻ എന്ന് പറയുന്ന ആള്, അവരുടെ 4 വീട്ടുകാരും ഒരു വീട്ടുകാരും പ്രധാനമാണ് മൂന്നാട്ടൻ. അവരുടെ ഈ 4 വീട്ടുകാരും ഈ നമ്പൂതിരിയും ഈ കുറിച്ചയുടെയും ആശാരിന്റെയും കൂടെ അങ്ങോട്ടേക്ക് ആ ഒരു ബാവി പുള്ളിയും കടന്ന് പോകുമ്പോ കുറച്ച് അവര് ഒരു കുവയിലാണ് ഇവയും വെള്ളം കോരിയെടുത്ത് അവർ നടന്നു പോയിട്ട് ആ ശിവലിംഗത്തിന്റെ അടുത്തെത്തിയിട്ട് ആദ്യം അവിടെ അഭിഷേകം നടത്തുന്നത് കുറിച്ച് വിഭാഗത്തിലൊക്കെയാണ്. അദ്ദേഹം അഭിഷേകം ചെയ്യുമ്പോ ഈ ജലവും കുടിച്ചുകൊണ്ട് നമ്പൂതിരിയെ നിൽക്കുന്നതാണ്. അദ്ദേഹം അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അഭിഷേകം നടത്തുന്നത് പടിഞ്ഞിട്ട് നമ്പൂതിരി എന്ന് പറയുന്ന നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരേ ശിവലിംഗത്തിൽ ആദ്യം അഭിഷേകിക്കാനുള്ള അവകാശം കുറിച്ച വിഭാഗം സാമുദായിക ശ്രേണിയിൽ പറഞ്ഞാൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആളാണെങ്കിൽ ഒന്നാമത്തെ അവകാശിയായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഒരേ ശിവലിംഗത്തിലാണ് അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെയാണ് അഭിഷേകം നടത്തിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ മനോഹരമായ പവിത്രമായ ഈ ചടങ്ങ് ഒരു മുടക്കം കൂടാതെ നൂറ്റാണ്ടുകളായ തുടർന്നുണ്ട് എന്നും അതോടുകൂടിയാണ് ആ കുട്ടിയുടെ ഉത്സവം നടക്കുന്നതെന്ന് മാത്രമല്ല, അതിന്റെ ചുറ്റും കയ്യാലുകൾ കെട്ടിയിരിക്കുകയാണ്. ആ കുട്ടികൾ കയ്യാലുകൾ ഓലപ്പുരകളാണ്. ആ ഓലപ്പുരകൾ ഓരോന്നും ഓരോ ജാതിക്കാരുടെയാണ്. ഹിന്ദു സമൂഹത്തിൽ 60ഓളം ജാതിക്കാരാണ് ഈ കയ്യാലുകൾ ഉള്ളത്. അവർ 28 ദിവസം അവിടെയാണ് താമസിക്കുക.
അവരകന്നുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എല്ലാവരും ഒരുമിച്ചാണ് അവിടുന്ന് കഴിക്കുന്നത്. അവിടെ തന്നെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. നൂറുകണക്കിന് വർഷമായി തുടർന്നു വരികയാണ്. ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ഈ എല്ലാ ജാതിക്കാരും ചേർന്നാണ്. ആ ജാതിയിൽപ്പെട്ട ഒരു അവകാശമായ കുടുംബക്കാർ ചേർന്നിട്ടാണ്. അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാലും അവർ തിരിച്ചു വരാതെ ഉത്സവം പൂർത്തിയാക്കിയാൽ മാത്രമേ അവർ തിരിച്ചു വരികയുള്ളൂ എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കൊട്ടിയൂർ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിലെ തിരുവനന്തപുരയുടെ ചുറ്റും താമസിക്കുന്ന ആ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയ ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് അതിന്റെ ഭാവാത്മകത എത്ര ചേതോഹരമാണ്, എത്ര മനോഹരമാണ്, ആ ഐക്യം എത്ര മാതൃകാപരമാണ് എന്നുള്ളത് നമ്മൾ കാണാൻ സാധിക്കും. അതായത് എവിടെ ഇപ്പൊ തിറകളാണ് തെയ്യം ഉടനാടുന്ന തെയ്യം വരുമ്പോൾ ഏത് ഗ്രാമത്തിൽ തെയ്യം നടക്കണമെങ്കിലും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഒരു തെയ്യം നടത്താൻ സാധിക്കുള്ളൂ. അതിൽ ആ നാട്ടിലുള്ള എല്ലാ സമുദായക്കാർക്കും അവകാശമുണ്ട്, എല്ലാവർക്കും അവരുടെ കടമയുണ്ട്. അവകാശമുണ്ട്, കടമയുണ്ട്. അവരെല്ലാം ഒരുമിച്ച് വന്ന് അവിടെ ഒരുമിച്ച് ചേർന്നാണ് ഈ ഉത്സവങ്ങൾ നടത്തുന്നത്. തെയ്യം കിട്ടുന്നത് സമുദായത്തിൽപ്പെട്ടതാണ്, അത് നടത്തിക്കൊടുക്കുന്നത് ഏത് സമുദായത്തിൽ പറയുന്ന ആളുകളാണ്. അവരവരെ തൊഴുതുകൊണ്ട് വളരെ ആദരവോടുകൂടി വന്നിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ജാതികളും അവിടെ ഇല്ലാതെ ഇത് നടത്തുന്നു എന്നാണ്. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ആത്മീയമായ ഭാഷയിൽ, ആത്മീയമായ അടിത്തറയിൽ ജാതി വിവേചനം എന്ന് പറയുന്ന അസമത്വം എന്ന് പറയുന്നത് ഇല്ലെന്നും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവർക്കും സമന്മാരാണെന്നുള്ള ഈ ആശയം നമ്മുടെ പൂർവികന്മാർ വളരെ ഭാവാത്മകമായി ഈ നാട്ടിൽ എത്രയോ തലങ്ങളിൽ മാതൃകാപരമായി കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ പലരും ഊന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഈ വിവേചനം, ആ വിവേചനത്തിന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമോ ആത്മീയതയുടെ പിൻബലമോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമാനതയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ഉടുപ്പിയിൽ നടന്ന വലിയൊരു സന്യാസി സമ്മേളനം. ആ സന്യാസി സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തി ഹിന്ദുവിൽ തളർന്നവരില്ല എന്നാണ്. അതിന് മറ്റൊരു എന്തൊക്കെ പ്രഖ്യാപനം കൂടി സന്യാസിമാർ നടത്തുകയുണ്ടായി. ഒരു മന്ത്രമാണ്. ആ മന്ത്രം ഇങ്ങനെയാണ്: മമ ദീക്ഷ ഹിന്ദുരക്ഷ, മമ മന്ത്ര സമാനത എന്നാണ്. എന്റെ രക്ഷ ഹിന്ദുരക്ഷയാണ്. നിങ്ങളുടെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആളുകൾ അവരെ ചേർത്ത് പിടിക്കുക, അവിടെ കൈകൊണ്ടു പിടിക്കുക, അവരെ ഒരുമിച്ച് ചേർക്കുക, അവരെ കൈപിടിച്ച് ഉയർത്തുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക. സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മുടെ പൂർവികന്മാർ നടത്തിയിട്ടുണ്ട്. അത് ഒരു കാലത്ത് പറഞ്ഞു അതിഥി ദേവോഭവ, ഒരു കാലത്ത് പറഞ്ഞു മാതൃദേവോഭവ, ഒരു കാലത്ത് പറഞ്ഞു പിതൃദേവോഭവ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഈശ്വരനാണ്, ഈശ്വരിയാണ്, അച്ഛൻ ഈശ്വരനാണ്, വീട്ടിൽ അതിഥികൾ ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അർത്ഥവാക്യമായി ഞാൻ പറയുന്നത് ഈ മൂന്ന് പാഠം നിലനിൽക്കട്ടെ, അത് ആവശ്യമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അർത്ഥവാക്യമായി പറയുന്നത് ദരിദ്ര ദേവോഭവ എന്നുള്ളതാണ്. പാവപ്പെട്ടവനാണ് ഈശ്വരൻ. ആ പാവപ്പെട്ടവനെ ഈശ്വരനായി കണ്ട് അവരെ പൂജിക്കാത്തതാണ് നരപൂജയാണ്, നാരായണ പൂജ, ദരിദ്ര പൂജയാണ്, ഈശ്വര പൂജ എന്നുള്ള അങ്ങനെ ഈ അടിസ്ഥാന വിഭാഗത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഈശ്വരന്റെ സാമൂഹ്യവും സാഹിത്യവും സാക്ഷാത്കാരവും കണ്ടെത്തേണ്ടതെന്നും അങ്ങനെ പാവപ്പെട്ടവനെ കൈപിടിച്ചു ഉയർത്തലാണ് ഈശ്വര പൂജ എന്നും സ്വാമിജി പറഞ്ഞു. അതിന്റെ ഒരു കുറെ കൂടി ബൃഹത്പൂർവമായിട്ടാണ് സന്യാസിമാർ അവർ ഒരു വലിയ അർത്ഥവാക്യമായിട്ട് പറഞ്ഞത് ഹിന്ദു പതിവോ ഹിന്ദുവിൽ താഴ്ന്നവർ ഇല്ല. താഴ്ന്നവരില്ല എന്ന് പറഞ്ഞാൽ ഉയർന്നവരും ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു അസമത്വം ഇല്ല എന്ന് തന്നെയാണ്. ഐക്യം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു അസമാനതയില്ലാത്ത അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വേർതിരിവില്ലാത്ത ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരണം എന്നുള്ളതാണ്. നമ്മൾ ഒന്നാമത് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ഉയർന്നു വരണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് എല്ലാ ഭേദചിന്തകളെയും തുടങ്ങിയിരിക്കാനുള്ള സാംസ്കാരികമായ ഔന്നത്യം നമ്മൾ കൈവരിക്കണം എന്നുള്ളതാണ്. അതിന്റെ വലിയൊരു പ്രകടീകരണമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് സ്വർഗീയ മാധവിയുടെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരെയും തന്ത്രിവര്യന്മാരെയും എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് എറണാകുളത്തിലേക്ക് പാനീയം എന്ന് പറയുന്ന മനയിൽ ഒരുമിച്ച് കൂടിയിട്ട് വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതാണ് പാനീയം വിളംബരം എന്നറിയപ്പെടുന്നത്. ആ പാനീയം വിളംബരത്തിന്റെ പ്രഖ്യാപനം എങ്ങനെയാണ്? ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാവുന്നത്. ഒരു സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നില്ല. നേരെ മറിച്ച് കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാവുന്നത് എന്ന് വ്യാസനും അദ്ദേഹം ജനിച്ച സമുദായം നോക്കിയാൽ അദ്ദേഹം
ഒരു ബ്രാഹ്മണ ജാതിയിലല്ല ജനിച്ചത്. പക്ഷെ അദ്ദേഹം മഹാഭാരതം രചിക്കുകയാണ്. വാത്മീകി ജനിച്ച ജാതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഷെഡ്യൂൾ വാത്മീകി സമുദായം എന്ന് പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം രാമായണം രചിക്കുകയും അദ്ദേഹം രാമായണത്തിന്റെ ഉത്തുംഗതയിൽ എത്തിക്കുകയാണ്. അതുകൊണ്ട് ജാതി എന്ന് പറയുന്നതും അതുപോലെ വർണ്ണം എന്ന് പറയുന്നതും രണ്ടും വെവ്വേറെയാണ്. നേരെ മറിച്ച് വർണ്ണം എന്ന് പറഞ്ഞാൽ വരിക്കുന്നത് വർണ്ണമാണ്, ജനിക്കുന്നത് ജാതിയാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സമുദായത്തിൽ ജനിച്ചു കഴിയുമ്പോൾ മാത്രം ആ സമുദായത്തിന്റെ ജനനം കൊണ്ട് ഒരാൾക്ക് ഒരു ഔന്നത്യമില്ല, അയാളുടെ കർമ്മം കൊണ്ടാണ് അയാൾക്ക് ഔന്നത്യം ഉണ്ടാവുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്ന് പ്രഖ്യാപിക്കുകയാണ് പാലിയോഭ്യന്തരം എന്ന് പറയുന്നത്. അതോടുകൂടി 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഈ 1986 പാലി വിളംബരത്തോടുകൂടി ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് തൊഴിലിരുന്ന ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അവർക്ക് അർഹതയില്ലെങ്കിൽ, അർഹത എന്ന് പറഞ്ഞാൽ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, അവർക്ക് കുടിയാർത്താൻ കഴിയുമെങ്കിൽ, അവർക്ക് താന്ത്രികങ്ങളിൽ വിൽപ്പത്തി ഉണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ, അവർക്ക് ശ്രീകോവിനുള്ളിൽ കയറിയിട്ട് എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അവർക്ക് പൂജ നടത്താൻ അധികാരമുണ്ട് എന്ന ഒരു വലിയ ആധികാരികമായ പിൻബലം ഉണ്ടായത് അത് ഈ പാലി വിളംബരത്തോടുകൂടിയാണ്. ആ പാലി വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജസ്ഥാനിലേക്ക് പിന്നീട് ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്താൻ അനുവാദം നിഷേധിക്കപ്പെട്ട സമയത്ത് സുപ്രീം കോടതി പാലി വിളംബരം ആഹാരമാക്കിക്കൊണ്ടാണ് രാജസ്ഥാനിലെ ദേവസ്വം ക്ഷേത്രത്തിൽ പൂജ നടത്താൻ അനുവാദം നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് പ്രവേശിക്കാനുള്ളതാണെങ്കിൽ, ആരാധന നടത്താനുള്ളതാണെങ്കിൽ, പൂജ നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോ കേരളത്തിലെ പല ദേവസ്വം ക്ഷേത്രങ്ങളിലും അല്ലാത്ത ക്ഷേത്രങ്ങളിലുമൊക്കെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് പൂജ നടത്താൻ കഴിയുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. ചിലയിടത്ത് അല്ലെങ്കിൽ വിലക്കുകൾ എവിടെയെങ്കിലും ആ വിലക്കുകളും കാലക്രമേണ നീങ്ങുന്ന കാര്യത്തിൽ സംശയമില്ല. അർഹത എന്ന് പറയുന്നത് ജാതിയല്ല, അർഹത എന്ന് പറയുന്നത് പ്രാമാണികമായി അത് ചെയ്യാനുള്ള കഴിവാണ്, അതിന്റെ പഠിപ്പാണ്, അതാണ് യോഗ്യതയുടെ അടിസ്ഥാനം എന്ന ഒരു കാഴ്ചപ്പാട് വളർന്നു വരികയാണ്. അങ്ങനെ ഈ ഇത്തരം കാഴ്ചപ്പാടുകൾ വളർന്നു വരുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ കാണുന്നില്ല എന്ന ഒരു മഹത്തായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ സമൂഹപ്പെടുകയാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹൈന്ദവ ഐക്യം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ചില നേതാക്കന്മാർ ഒന്നിച്ചേർന്ന് ഉണ്ടാക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ചില സംഘടനകൾ ചേർന്ന് ഉണ്ടാക്കേണ്ടതല്ല. നേരെ മറിച്ച് അത് മനുഷ്യർ തമ്മിലുള്ള, അയൽക്കാർ തമ്മിലുള്ള, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള, ചുറ്റുപാടുള്ളവർ തമ്മിലുള്ള ഒരുമയിലൂടെ ഓരോ പ്രദേശത്തും, ഓരോ ഗ്രാമത്തിലും, ഓരോ സ്ഥലത്തും രൂപപ്പെട്ടു വരുന്ന ഐക്യമാണ് സമാനത എന്ന്. മഹാമന്ത്ര സമാനത എന്നുള്ളത് എന്റെ മന്ത്രം സമാനതയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ആ സമാനത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അംഗീകരിച്ച് അത് വളർന്ന് ആ സമാനത എന്നത് മഹത്തായ ആശയമായി, ആദർശമായി രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. നമുക്ക് സമ്മേളനം എത്ര വർഷം വേണമെന്ന് നടത്താം, എത്ര സമ്മേളനം വേണമെന്ന് നടത്താം. പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിൽ ഹിന്ദുവായി വളർന്നതാണ് നമ്മുടെ ഇടയിൽ ഈ വൈഭിന്യത ഉടലെടുക്കുന്ന സമയത്താണ്. നമ്മുടെ ഇടയിൽ ഈ മിഥ്യാഭിമാനമുണ്ട്. ജാതിയുടെ തെറ്റൊന്നുമില്ല, ഒരു ജാതിയിൽ ജനിക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷെ ജാതി ഭ്രാന്ത് തെറ്റാണ്, ജാതിയുടെ പേരുള്ള മിഥ്യാഭിമാനം തെറ്റാണ്. അത് ശാസ്ത്രവിരുദ്ധമാണ്, അത് ദൈവിക വിരുദ്ധമാണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ചിന്താഗതിക്ക് അനുസൃതമായി വളർന്നു വരാൻ നമുക്ക് സാധിക്കുന്ന സമയത്താണ് നമ്മുടെ സമൂഹം ആരോഗ്യപൂർണമായ, ഈശ്വരദത്തമായ, ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമൂഹമായി രൂപാന്തരപ്പെടുക. അതുകൊണ്ട് ഈ നമ്മുടെ സാമൂഹ്യ ഐക്യം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഈ വർഷം നമ്മൾ വളരെ പ്രധാനപ്പെട്ട മഹത്തായ ആഘോഷങ്ങൾ നടക്കുന്ന വർഷമാണ്. അതിൽ ഏറ്റവും മഹത്തായ ഒരു ദർശനം നമ്മുടെ മുമ്പിലേക്ക് പറയുന്നത് ഒരു പരിവർത്തനം പഞ്ചപരിവർത്തനം എന്നൊക്കെ പറയും. അതിൽ ഒരു ആശയം എന്ന് പറയുന്നത് സാമൂഹ്യ സമരസത എന്നതാണ്. ആ സാമൂഹ്യ സമരസത എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജാതിയുടെ വേണ്ടിയുടെ വർഗം, വർണ്ണം വരുന്നയുടെ സകലരും അമ്മ കോമന മക്കൾ, ബന്ധുക്കൾ നാമെന്നാണ് എന്നുള്ള കാഴ്ചപ്പാട്, ഹിന്ദുക്കൾ നാമെന്നാണ് എന്നാണ്. അഗ്രഗതിയുടെ വർഗം, വർണ്ണപരിധിയുടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുകൊണ്ട് ഈ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വൈദ്യുതിയായിട്ട് നമ്മളെല്ലാം ഒന്നാണ്, ഒരേ ഈശ്വരന്റെ മക്കളാണ്. നമ്മുടെ ഉപരിഷ്ഠ പറയുന്നത്